ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ അപ്പോൾ ഇന്ന് നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്, ഞങ്ങൾ വേളാങ്കണ്ണി പോയിട്ടിപ്പം ഒരുപാട് 10-25 ദിവസത്തിന് മേളിലായിട്ടുണ്ട്. പക്ഷേ എനിക്കിപ്പോഴാണ് ഈ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റിയത്. വേറൊന്നും കൊണ്ടല്ല, ഞാൻ നേരത്തെ എൻ്റെ കഴിഞ്ഞൊരു വീഡിയോയിൽ മെൻഷൻ ചെയ്തതുപോലെ തന്നെ പൊന്നൂസിനെയും വെച്ചിട്ട് വീഡിയോസ് എഡിറ്റ് ചെയ്യുന്നത് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. അപ്പം 2-3 വീഡിയോസ് അങ്ങനെ ഒന്നിച്ച് പെൻഡിങ് വന്നപ്പോഴത്തേനും എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. സോ അതുകൊണ്ടാണ് ഇത്രയും ലേറ്റ് ആയിപ്പോയത്. എന്തായാലും വീഡിയോ എടുത്തതല്ലേ, കുറച്ച് ലേറ്റ് ആയാലും പോസ്റ്റ് ചെയ്തേക്കാമെന്ന് വിചാരിച്ചു. സോ അപ്പം ഈ വീഡിയോ എന്ന് പറയുന്നത്, നമ്മൾ പൊന്നൂസിനെയും കൊണ്ട് മുടി മുട്ടയടിക്കാൻ പോകുന്ന വീഡിയോ ആണ് ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത്. പൊന്നൂസ് മാത്രമല്ല, ചേട്ടനും മുട്ടയടിക്കുന്നുണ്ട്. പിന്നെ ഞാനും എൻ്റെ മുടി കുറച്ച് വെട്ടാമെന്ന് വിചാരിച്ചു. കുറേ നാളായി ഞാനും മുടി വെട്ടിയിട്ട്. സോ അപ്പം കുറച്ച് വെട്ടാമെന്നൊക്കെ വിചാരിക്കുന്നു. ഇതിപ്പോൾ ഞങ്ങൾ രാവിലെ ഇറങ്ങിയത്, എനിക്ക് തോന്നുന്നു ഒരു 6:30-7 മണി സമയം എന്തോ ആണെന്ന് തോന്നുന്നത്. കാരണം തലേ ദിവസം കൊടിയേറ്റ സമയമായത് കാരണം ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു. ആ വീഡിയോയിൽ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, നല്ല തിരക്കായിരുന്നു. അപ്പോൾ ആ കൊടിയേറ്റം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ മുടി മുട്ടയടിക്കാനായിട്ട് ചെന്ന സമയത്ത് ഭയങ്കര തിരക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒട്ടും ആ സമയത്ത് മുട്ടയടിക്കാൻ പറ്റത്തില്ലെന്ന് മനസ്സിലായി, അത്രയും തിരക്കായിരുന്നു. അപ്പോൾ ഞങ്ങൾ പിറ്റേ ദിവസം രാവിലെ എണീറ്റ് വന്നാലേ കാര്യം നടക്കത്തുള്ളൂ എന്ന് മനസ്സിലായത് കാരണം പിറ്റേ ദിവസം രാവിലെയാണ് ഇറങ്ങിയത്. വലിയ തിരക്കില്ലായിരുന്നു, വിചാരിച്ച പോലെ പെട്ടെന്ന് കയറാൻ പറ്റി. മുടി വെട്ടാനായിട്ട് ചെന്ന ഉടനെ ഞങ്ങൾക്ക് കയറാൻ പറ്റി. അപ്പം ഫസ്റ്റ് ചേട്ടൻ മുടി വെട്ടട്ടെന്ന് വിചാരിച്ചു. കാരണം പൊന്നൂസ് എങ്ങനെ ആയിരിക്കും എന്നറിയില്ല, കരയുവോ എന്താണെന്നൊന്നും അറിയത്തില്ല. അപ്പം ചില കാര്യങ്ങൾ പൊന്നൂസ് ചേട്ടൻ്റെ കോപ്പി പേസ്റ്റ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് ഞങ്ങൾ. അപ്പം ചേട്ടൻ തന്നെ പറഞ്ഞത് ഫസ്റ്റ് ചേട്ടൻ മുട്ടയടിച്ച് നോക്കാം, അത് കണ്ടിട്ട് അതിന് ശേഷം പൊന്നൂസ് മുട്ടയടിക്കട്ടെ എന്ന് പറഞ്ഞു. ഞങ്ങൾ പൊന്നൂസ് നന്നായിട്ട് കരയുമെന്ന് തന്നെയാണ് വിചാരിച്ചത്, നല്ല രീതിക്ക്. കാരണം ഒന്നാമത് വീട്ടിൽ ഞാനും അമ്മയും ചേട്ടനും മാത്രമേ ഉള്ളൂ. അപ്പം ഞങ്ങളെ കണ്ട് വേറൊരാളെ കാണുമ്പോൾ പൊന്നൂസിന് ആ ഒരു ബുദ്ധിമുട്ട് ചില സമയത്ത് തോന്നാറുണ്ട്. ആൾ പെട്ടെന്ന് വേറെ ആളെടുത്ത് അങ്ങനെ പോകുന്ന ടൈപ്പല്ല. അപ്പം ഇവിടെ ചെല്ലുമ്പോൾ ഇങ്ങനെ പിടിച്ചു വെച്ചിട്ടൊക്കെ മുട്ടയടിക്കും. അവൾ നന്നായിട്ട് കരയുന്നു തന്നെയാണ് ഞങ്ങളെല്ലാവരും വിചാരിച്ചത്. പക്ഷേ നേരെ ഓപ്പോസിറ്റായിരുന്നു അവിടെ സംഭവിച്ചത്. പൊന്നൂസ് ചേട്ടന് മുടി വെട്ടുന്നത് കുറേ നേരം നോക്കിക്കൊണ്ട് നിന്നു. ആൾ വലിയ പ്രശ്നമില്ലെന്നൊക്കെ തോന്നി, പക്ഷേ ഇടയ്ക്കൊന്ന് ഭയങ്കരമായിട്ട് കരയുന്നത് കണ്ടായിരുന്നു. ആ സമയത്തപ്പോൾ ഞങ്ങൾ ഭയങ്കരമായിട്ട് ടെൻഷൻ അടിച്ചു. കാരണം എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. ഈ ബ്ലേഡൊക്കെ വെച്ചുള്ള കളിയായത് കാരണം ഇവൾക്ക് എങ്ങനെയാ മുറിയുമോ, ഇവളെങ്ങനെ ഇരിക്കുമോ എന്നുള്ള ടെൻഷൻ എനിക്ക് നന്നായിട്ടുണ്ടായിരുന്നു. പക്ഷേ വിചാരിച്ച കണക്കേ അല്ല, അവൾ ഒരു തരി പോലും ചലിക്കാതെ അങ്ങനെ തന്നെ ഇരിക്കുമായിരുന്നു. തുടക്കം തൊട്ട് മോളുടെ മുടി മുട്ടയടിച്ച് തീരുന്നത് വരെ ഒട്ടും കരയാതെ അങ്ങനെ തന്നെ അവൾ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോയി. അതെല്ലാവർക്കും ഒരു അതിശയമായിരുന്നു. കാരണം ഞാൻ അത്രയും ടെൻഷൻ അടിച്ചിട്ടുണ്ടായിരുന്നു, എങ്ങനെ ഇരിക്കുമെന്നറിയാതെ. കാരണം തലയ്ക്ക് മുറിയുമോ എന്നുള്ളൊരു പേടി എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. പക്ഷേ നന്നായിട്ട് തന്നെ ഇരുന്ന ആൾ. അവിടെ നിന്ന് ആൾക്കാരും പറയുന്ന കേട്ടായിരുന്നു, ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു കുട്ടി ഇങ്ങനെ ഇരിക്കുന്ന കാണുന്നതെന്നൊക്കെ പറഞ്ഞിട്ട്. എന്തായാലും അത് ഒട്ടും ഞാൻ പ്രതീക്ഷിക്കാത്തൊരു കാര്യമായിരുന്നു. ഞാൻ കുറച്ചെങ്കിലും ഒന്ന് കരയുമെന്ന് വിചാരിച്ചതാണ്. പക്ഷെ ആൾ ഒട്ടും കരഞ്ഞില്ല. ഫോണോ അല്ലെങ്കിൽ ടോയ്സോ ഒന്നും കൊടുക്കേണ്ടി വന്നില്ല. അങ്ങനേ അങ്ങിരുന്ന് ഏതാൾ.
എൻ്റെ മുടി വെട്ടാനായിട്ട് കുറച്ചായിരുന്നു ഉദ്ദേശിച്ച് വെച്ചിരുന്നത്, പക്ഷേ വെട്ടി വന്നപ്പോൾ കുറച്ച് കൂടിപ്പോയി. പക്ഷെ കുഴപ്പമൊന്നുമില്ല, കാരണം ഞാൻ ഇപ്പോൾ ഒരുപാട് നാളായിട്ട് മുടി വെട്ടാതിരുന്നത് കാരണം അത് അത്യാവശ്യമായിട്ട് തോന്നി, മുടി വെട്ടേണ്ടത് ആവശ്യമായിരുന്നു എന്ന് തോന്നി. മുടി മൊട്ടയടിച്ചതിന് ശേഷം ചേട്ടനും വാവയും കൂടി തലയൊന്ന് കഴുകാനായിട്ട് കടലിൽ പോകാമെന്ന് വിചാരിച്ചു. അപ്പം അവിടെ ചെന്നപ്പം ഭയങ്കര തിരക്ക് കാരണം അവിടെ കമ്പൊക്കെ വെച്ച് കെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പുറത്തോട്ട് കടക്കാതിരിക്കാൻ. കാരണം അല്ലാത്ത സമയങ്ങളിൽ വരുമ്പോൾ ഇങ്ങനത്തെ ഒന്നും ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ ഇപ്രാവശ്യം ഞാൻ ഇതൊക്കെ ആദ്യമായിട്ടാണ് കാണുന്നത്, ഇങ്ങനെ കെട്ടിയൊക്കെ വെച്ചിരിക്കുന്നത്. കാരണം അത്രയും തിരക്കായിരുന്നു, അവരെ കൂടുതലും കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷനായിരുന്നു അത്. അതുകൊണ്ട് പക്ഷേ ചേട്ടന് കടലിലിറങ്ങണം എന്നുള്ളൊരു മൈൻഡ് സെറ്റുമായിട്ട് വന്നത് കൊണ്ട് എന്തായാലും കടലിലേക്ക് ഇറങ്ങി തന്നെയാണ് മോക്കായാലും ചേട്ടനാണെങ്കിലും തലയൊക്കെ കഴുകിയത്. അതിനുശേഷം ഞങ്ങൾ പിന്നെ തിരിച്ച് വീട്ടിൽ വന്നു. ഇപ്പം കാണുന്നത് വേറൊന്നുമല്ല, മൊട്ടയടിച്ച പൊന്നൂസിന് തിരുവോണത്തിന് എങ്ങനെ മുല്ലപ്പൂ വെക്കും എന്നിങ്ങനെ ആലോചിച്ചിരുന്നപ്പം ചുമ്മാ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. പിന്നെ അപ്പം അന്നത്തെ ദിവസം അത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ, വീഡിയോസും അധികം എടുക്കാൻ പറ്റിയില്ല. കാരണം ഞാൻ പറഞ്ഞല്ലോ തിരക്കൊക്കെ ആയിരുന്നു. പിന്നെ അത് മാത്രമല്ല കുറച്ച് ഹെൽത്ത് ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നു. പിറ്റേ ദിവസം നാട്ടിലേക്കും തിരിക്കേണ്ടതായിരുന്നു. അപ്പം പ്രതീക്ഷിക്കാതാണ് എല്ലാവർക്കും കുറച്ച് ഹെൽത്ത് ഇഷ്യൂസൊക്കെ വന്നത്. എന്തായാലും നമ്മൾ നാട്ടിലേക്ക് പുറപ്പെട്ടു. പക്ഷേ ഒരുപാട് വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല, കാരണം അത്ര വയ്യായിരുന്നു. ഒട്ടും എന്തെങ്കിലുമൊക്കെ എടുത്ത് വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കുറച്ച് വീഡിയോസൊക്കെ എടുത്തത്. പിന്നെ പ്രതീക്ഷിക്കാതെ ഞങ്ങൾക്ക് പൂണ്ടി പള്ളിയിൽ കയറേണ്ടി വന്നു. കാരണം ആക്ച്വലി ഞങ്ങളുടെ പ്ലാനിലുണ്ടായിരുന്നത് അങ്ങനെ ആയിരുന്നു. ഫസ്റ്റ് പൂണ്ടി പള്ളി പോയതിന് ശേഷം വേളാങ്കണ്ണി പോകാനായിരുന്നു ഞങ്ങൾ പ്ലാൻ ചെയ്തിരുന്നത്. അപ്പം അതെന്തോ വിചാരിച്ച പോലെ ഒന്നും നടന്നില്ല. കാരണം ചേട്ടൻ്റെ ഡ്യൂട്ടി കഴിഞ്ഞൊക്കെ വന്നത് കുറച്ച് ലേറ്റായിട്ടാണ്. അപ്പം അന്നത്തെ ദിവസത്തെ ട്രിപ്പ് ക്യാൻസൽ ചെയ്തിട്ട് തൊട്ടടുത്ത ദിവസമാണ് ഞങ്ങൾ ഇവിടുന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പൂണ്ടിപ്പള്ളിയിൽ കയറാൻ പറ്റിയില്ലായിരുന്നു. ഞങ്ങൾ സ്ട്രെയിറ്റ് വേളാങ്കണ്ണി തന്നെയാണ് ഫസ്റ്റ് പോയത്. അപ്പോൾ അതിന് നല്ലൊരു വിഷമം ഉണ്ടായിരുന്നു, കാരണം ഞാൻ ഇതുവരെ പൂണ്ടിപ്പള്ളി പോയിട്ടില്ലായിരുന്നു. അപ്പം കയറണമെന്ന് അത്ര ആഗ്രഹിച്ചിരുന്നു, പക്ഷെ പറ്റിയില്ല. എന്തോ ദൈവഭാഗ്യത്തിന് കറക്റ്റായിട്ട് തിരിച്ചു പോകുന്ന വഴിക്ക് അങ്ങോട്ട് കയറാനായിട്ടൊരു അവസരം കിട്ടി. പക്ഷേ വിഷമം വേറൊന്നുമല്ല, ഇത്രയും നല്ലൊരു പള്ളിയാണെന്ന് ഞാൻ അറിഞ്ഞില്ല. നമുക്കൊരുപാട് നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു അവിടെ. പള്ളിയിൽ കയറുമ്പോൾ തന്നെ ഞങ്ങൾ ഫസ്റ്റ് ക്യാൻറ്റീനിലാണ് കയറിയത്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് ആർക്കും ഒട്ടും വയ്യായിരുന്നു. അപ്പം ഫുഡ് കഴിക്കാനും വയ്യ, പക്ഷേ എന്തെങ്കിലും കഴിക്കുകയും വേണമെന്നുള്ള രീതി. കാരണം പൊന്നൂസിന് നമുക്കൊന്നും വാവയ്ക്ക് എന്തെങ്കിലും മേടിച്ച് കൊടുക്കണമല്ലോ. സോ അപ്പം ഫസ്റ്റ് പൊന്നൂസിന് കഴിക്കാൻ ഒരുപാട് ലേറ്റായി എത്തിയപ്പം. അപ്പം ഫസ്റ്റ് പൊന്നൂസിന് കഴിക്കാൻ കൊടുത്തതിന് ശേഷം നമ്മൾ പള്ളിയിലോട്ടാണ് പോയത്. പിന്നെ ആ പള്ളിക്ക് ചുറ്റും നമുക്ക് നല്ല റിലാക്സ് ചെയ്യാൻ പറ്റുന്ന രീതിക്കുള്ളൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു അവിടെ. ഒരുപാട് ഫോട്ടോസും വീഡിയോസും ഒക്കെ. ഹെൽത്ത് കണ്ടീഷൻ നല്ലതായിരുന്നെന്നുണ്ടെങ്കിൽ അതിന് മാത്രമായിട്ടൊരു വീഡിയോ എടുക്കാമായിരുന്നു. അത്രയ്ക്ക് നല്ലൊരു സ്ഥലമായിരുന്നു അത്. പക്ഷേ ആ ഒരു സമയത്ത് നമുക്കറിയാമല്ലോ, നമുക്ക് വയ്യായ്ക വരുമ്പോൾ ഒന്നിനൊരു ഇൻട്രസ്റ്റ് കാണത്തില്ല. അതുകൊണ്ട് തന്നെ ഒന്നും പറ്റിയില്ല. പള്ളിയിൽ കയറുക, ജസ്റ്റ് പ്രാർത്ഥിച്ചിട്ടൊന്ന് ഇറങ്ങുക, ആ ഒരു മൈൻഡായിരുന്നു. എങ്ങനെയെങ്കിലും വീടെത്തിയാൽ മതി എന്നുള്ളൊരു ചിന്തയായിരുന്നു. അതുകൊണ്ടാണ് അത് മിസ്സായിപ്പോയത്. അങ്ങനെ പള്ളിയിൽ കയറി പ്രാർത്ഥിച്ചിട്ട് അപ്പോഴേ തന്നെ നമ്മൾ ഇറങ്ങി. അവിടെ മ്യൂസിയവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ അവിടെ ഒന്നും കയറിയിട്ടില്ല. ജസ്റ്റ് പള്ളിയിൽ കയറി അപ്പോഴേ തന്നെ ഇറങ്ങി നമ്മൾ തിരിച്ചു പോകുമായിരുന്നു. പോകുന്ന വഴിക്കാണെങ്കിൽ ഒരുപാട് നല്ല നല്ല സ്ഥലങ്ങളുണ്ടായിരുന്നു. പക്ഷേ അങ്ങോട്ട് വേളാങ്കണ്ണിയിലേക്ക് പോയ സമയത്തുള്ളൊരു ആവേശവും എനർജിയും ഒന്നും തിരിച്ചു വന്നപ്പോൾ ഇല്ലായിരുന്നു. അതിൽ നല്ല വിഷമം ഉണ്ടായിരുന്നു. കാരണം ഇത്രയും നല്ലൊരു അവസരം കിട്ടിയിട്ട് ഒന്നും എടുക്കാനും പറ്റിയില്ല. ഞാൻ നേരത്തെ പറഞ്ഞതൊക്കെ എങ്ങനെയെങ്കിലും ഒന്ന് വീടെത്തിയാൽ മതി എന്നുള്ള രീതിയായിരുന്നു. എങ്ങനെ എന്തായാലും വീടെത്തി. ഈ ഒരു വീഡിയോ ഇത്രയും ലേറ്റ് ആയതിന് സോറി. നെക്സ്റ്റ് ടൈം തൊട്ട് എല്ലാ വീഡിയോസും അപ് ടു ഡേറ്റ് ആയിരിക്കും. സോ ബൈ. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഒരാളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഓക്കെ ദെൻ ബൈ.